ഹായ്, കോച്ച് സുഹിൻ ഹിയർ ഫ്രം ടീം ഹാർഡ് കോർ ഒഫീഷ്യൽ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ഡേർട്ടി ബൾക്കിംഗ് അഥവാ മാസ് ഗെയിനിങ് എന്നൊക്കെ പറയും, സൈസ് ഗെയിനിങ് എന്നൊക്കെ പറയും. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, എന്തെങ്കിലും ഉപയോഗം തരുന്നുണ്ടോ, ബെനിഫിറ്റഡ് ആണോ എന്നുള്ള കാര്യമാണെന്ന് നോക്കുന്നത്. സോ നിങ്ങളൊരു സ്കിന്നി ആയിട്ടുള്ളൊരു പേഴ്സണാണ്, വളരെ ലീനറായിട്ടുള്ളൊരു പേഴ്സണാണ് എങ്കിൽ നിങ്ങൾ കുറച്ച് ഡേർട്ടി ബൾക്കിംഗ് ആകാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ കുറച്ച് ഒരു ടോട്ടൽ പൊട്ടൻഷ്യൽ കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബോഡിയുടെ സൈസ് കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് സ്പേസ് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഡേർട്ടി ബൾക്കിംഗ് നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് നിങ്ങളൊരു കുറച്ച് സൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ 1 or 2 years ആയിട്ട് നിങ്ങൾ ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ലീൻ മസിൽ ഗെയിനിങ് ആണ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഗെയിനിങ് അല്ലെങ്കിൽ ഡേർട്ടി ബൾക്കിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി വെയിറ്റിനെ ഒരു 15 കിലോ 20 കിലോയിലോട്ട് മുകളിലോട്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബ്രീത്തിങ് ഇഷ്യൂസ്, ഫ്ലെക്സിബിലിറ്റിയുടെ കുറവുകൾ, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്നൊരു 3 months നമ്മൾ മാസ് ഗെയിനിങ് അല്ലെങ്കിൽ ഡേർട്ടി ബൾക്കിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദെൻ ഡയറക്റ്റ്ലി ഗോയിങ് ടു ദ കട്ടിങ് സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. കാർഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡയറ്റ് പിടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ക്രേവിങ്സ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹൈ ലെവലിൽ നിങ്ങളുടെ ബോഡിയെ ടോർച്ചറിങ് ചെയ്തുകൊണ്ട് നിൽക്കും. അതും പോരാഞ്ഞിട്ട് നിങ്ങൾ സൈസ് ഗെയിനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേർട്ടി ബൾക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് വലിയൊരു വലിപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ കട്ടിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡിക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു ചുരുക്കവും വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡേർട്ടി ബൾക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്യൂർലി ക്വാളിറ്റി ആയിട്ടുള്ള മസിൽ ആയിരിക്കില്ല നമ്മൾ ഗെയിൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ്റെ ലെവലും നല്ല രീതിയിൽ കൂടും. നമ്മൾ നേരെ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കട്ടിങ് പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വാട്ടർ ഹോൾഡിങ്ങും ഈ ഫാറ്റ് ഹോൾഡിങ്ങും പ്രോസസ്സ് വളരെയധികം ബേൺ ഔട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബോഡിയിൽ വളരെ ഹൈ ലെവലായിട്ടുള്ളൊരു സൈസ് ഡിഫറൻസ് വരും. നേരെ മറിച്ച് നിങ്ങളൊരു ക്വാളിറ്റി ലീൻ മസിൽ ഗെയിനിങ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 85 kg ഉള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്യും, ലീൻ മസിൽ ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 kgs നിങ്ങളുടെ ബോഡിയിൽ ഡ്രോപ്പ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു 5 കിലോ നിങ്ങൾക്ക് വെയിറ്റ് ഡ്രോപ്പ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ നിലവിൽ നിൽക്കുന്ന വാട്ടർ റിട്ടൻഷൻ്റെ ലെവൽ കുറയാനും ബോഡിയിൽ നിലനിൽക്കുന്ന ഫാറ്റിൻ്റെ ലെവൽ കുറയുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ചെറിയൊരു 5 kg എന്നുള്ള ലെവലിലോട്ട് വേരിയേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ ലീൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ വലിയ രീതിയിലുള്ള വെയിറ്റ് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അത് 100%. വളരെ ഒരു 500 അല്ലെങ്കിൽ ഒരു 1 കിലോ 1/2 കിലോ ഈ ഒരു റേഞ്ചിൽ മാത്രമേ നിങ്ങൾക്ക് ബോഡി വെയിറ്റിൽ വ്യത്യാസം വരുള്ളൂ. ഒരിക്കലും നിങ്ങൾ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ പ്രെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ബോഡി വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബോഡിയിലെ പ്രോഗ്രസിങ് ലെവൽ നിങ്ങൾ നോക്കുക, ബോഡി കണ്ടീഷനിങ് ചെക്ക് ചെയ്യുക, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 weeksly 1 എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഹ്യൂജായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, ബോഡി വെയിറ്റ് കുറയോ കൂടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയിലെ പ്രോഗ്രസ് ലെവലിനെ മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അതിൻ്റെ വേരിയേഷൻസ് നോക്കിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അവസാന സമയത്ത് മാത്രം നമുക്ക് കുറച്ച് വേരിയേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതും മെയിൻലി ആരും അങ്ങനെ നോക്കാറില്ല. എല്ലാവരും കണ്ടീഷനിങ് ചെയ്ത് അവസാനം ഏതാണോ ബോഡി വെയിറ്റ് വരുന്നത് ആ ബോഡി വെയിറ്റിലാണ് ഇപ്പോൾ എല്ലാ അത്ലറ്റ്സും ഇറങ്ങാറ്. പണ്ടൊക്കെ ആയിരുന്നു വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്, ഇപ്പോഴും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ലീൻ മസിൽ ഗെയിനിങ് ചെയ്താലുള്ള ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡിയിൽ നിലവിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റേഷൻ കൂടുതലാണ്, വാട്ടർ റിട്ടൻഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി അങ്ങോട്ടുള്ള മുകളിലോട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് ലെവലിന് ക്വാളിറ്റി മസിലുകൾ മാത്രമായിട്ട് നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ വയറിൻ്റെ കാര്യം അല്ലെങ്കിൽ വയറ് ചാടി നിൽക്കുന്ന ഒരവസ്ഥ അതൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ എനർജിക്കായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നിങ്ങളുടെ ബോഡിയിൽ മസിലുകൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, വലിപ്പം വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ ടു ദ എൻഡ് കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് ഒരു ടൈമിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽസിന് അത്രത്തോളം ക്വാളിറ്റി ഷ്രെഡഡ് ലുക്കിംഗ് കിട്ടാനും നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ നമ്മൾ ഡേർട്ടി ബൾക്കിംഗ്
ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. ഈ കയറ്റുന്ന വെയിറ്റിനെ കുറയ്ക്കാനായിട്ടായിരിക്കും നമ്മൾ പിന്നീടുള്ള ഓട്ടം പാച്ചിലെല്ലാം വരുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെയിറ്റ് കുറയ്ക്കാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലീനഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നി ആയിട്ടുള്ള ഒരാളാണ്, ഓക്കെ, നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ഡേർട്ടി ബൾക്കിംഗ് ആ ശരീരത്തിന് ആവശ്യമാണ് എന്നുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഒരു അത്യാവശ്യം ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രോസസ്സ് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ലീൻ മസിൽ ഗെയിനിങ് ആണ് ചെയ്യേണ്ടത്. ഒരുപാട് ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് ബോഡിയിൽ കയറ്റാതെ വളരെ ലീനഡായിട്ട് ക്വാളിറ്റി ആയിട്ട്, അതുപോലെ തന്നെ ഗെയിനിങ് ടൈമിൽ എന്തെങ്കിലുമൊക്കെ വാരി കഴിച്ചിട്ട് നമ്മൾ കുറേ ഹെവി ലോഡ് വർക്കൗട്ടും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഗെയിനിങ് ചെയ്യുന്ന സമയമാണെങ്കിൽ കൂടി നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കാർഡിയോ പ്രോഗ്രാംസ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ ഡയറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ കോമ്പറ്റീഷൻ്റെ അവസാനത്തെ സമയത്ത് നിങ്ങളെ നല്ല രീതിയിൽ നല്ല മസ്കുലറായിട്ടും അതുപോലെ തന്നെ നല്ല കണ്ടീഷനിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറാനും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ദ ബിഗിനിങ് നിങ്ങളുടെ ബോഡി എങ്ങനെയാണോ നിങ്ങൾ ലീൻ മസിൽ ഗെയിൻ ചെയ്യിപ്പിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ഇരിക്കുള്ളൂ. നമ്മുടെ പ്രോഗ്രസ് ലെവൽ എപ്പോഴും താഴ്ന്ന് മുകളിലോട്ടായിരിക്കണം പോകേണ്ടത്. ലാസ്റ്റ് കട്ടിങ് ടൈമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു 3 to 4 മിനിമം ഒരു 5 kgs വരെ നമുക്ക് വേരിയേഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, മേ ബി. പക്ഷേ അതല്ലാതെ നമ്മളൊരു 90 കിലോ ആക്കുന്നു, 90 കിലോ 70 കിലോ ആക്കുന്നു, അതിൻ്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ മെയിനായിട്ട് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ വെയിറ്റ് കൂട്ടുകയാണ്, വെയിറ്റ് കൂട്ടിയിട്ട് നമ്മൾ എന്തിനാണ് വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുന്നത്? സൈസ് ഗെയിനിങ് ചെയ്തു, പിന്നെ നമ്മൾ എന്തിനാണ് കട്ടിങ്ങിലോട്ട് പോകുന്നത്? ഒരു കാര്യമില്ല എന്നുള്ള കാര്യമാണ്. നമ്മൾ ലീൻ മസിൽ ഗെയിനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ അത് ഡ്രോപ്പിംഗ് സെക്ഷനിലോട്ട് എന്തിനാണ് പോകേണ്ടത്? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ ലീൻ മസിൽ ഗെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഫാറ്റൊന്നും ബോഡിയിൽ കയറാതെ തന്നെ നല്ല രീതിയിൽ ക്വാളിറ്റി മസിലുകൾ മാത്രം നിങ്ങൾക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വീണ്ടും ഞാൻ പറയുന്നു, ബോഡി ബിൽഡിംഗ് പ്രെപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബോഡി വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യരുത്. നമ്മളെ ബോഡി പ്രോഗ്രസ് ലെവലിന് ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്യേണ്ടത്. വീക്ക്ലി നമ്മളെ ബോഡിയിലെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. അതിലുള്ള മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ നമ്മൾ കോച്ചിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ഒരിക്കലും ഇപ്പോൾ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, കട്ടിങ് സ്റ്റേജ് ആയിക്കോട്ടെ, ഗെയിനിങ് സ്റ്റേജ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളെ ബോഡി വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യരുത്. നിങ്ങളുടെ ബോഡി പ്രോഗ്രസ് ലെവലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, ഇതുപോലുള്ള ബോഡി ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ബോഡി ബിൽഡിംഗ് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്കൗട്ടിൻ്റെ ടെക്നിക്സ് കാര്യങ്ങൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടീം ഹാർഡ് കോർ ഒഫീഷ്യലിൻ്റെ ബോഡി ബിൽഡിംഗ് കോൺടെസ്റ്റ് പ്രിപ്പറേഷൻ്റെ അക്കാഡമി എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓൾ അബൌട്ട് ബോഡി ബിൽഡിംഗ് കോൺടെസ്റ്റ് പ്രിപ്പറേഷൻ. താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അറിയാനും പറ്റുന്നതാണ്. താങ്ക് യു.